പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ക്രിസ്തീയ വിശ്വാസവും അല്ലാത്ത വിശ്വാസവും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? ഞാൻ അവനോട് പറഞ്ഞ ഒരു മറുപടി സാധാരണ ഒരു മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ചില ചിന്തകൾ അനുസരിച്ച് ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരും ദൈവവിശ്വാസികളാണ്. നിരീശ്വരവാദികൾ വളരെ കുറവ് മാത്രമാണ്. നിരീശ്വരവാദികളുള്ള ദൈവത്തെ ഇല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അവർ പല അഭിപ്രായങ്ങളും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവവിശ്വാസികൾ എല്ലാവർക്കും, എല്ലാ മതങ്ങളും ഒരു ഈശ്വര സാന്നിധ്യത്തെ, ഒരു ദൈവത്തെ ഒക്കെ അവര് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ വിശ്വാസത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇനി ഒന്നും അറിയാത്തവര് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതും നിങ്ങളുടെ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്നാണ് സഹോദരൻ ചോദിച്ചത്. ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, ഈ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത ഒരു മനുഷ്യന് ഒരാള് വന്നിട്ട് പറയാണ്, നിന്റെ പേരിൽ 10 സെന്റ് സ്ഥലവും നല്ലൊരു വീടും നിന്റെ ജീവിക്കാൻ ആവശ്യമായ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി തന്ന് നിന്റെ പേരിൽ ആധാരം എഴുതി തരുന്നു എന്ന് പറഞ്ഞാല് എന്താണ്? ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യനാണ് ഇത് കിട്ടുന്നത്. ഒരു ഭൗതിക മനുഷ്യന് എന്തുമാത്രം സന്തോഷം ഉണ്ടാവും! എന്തൊരു സ്നേഹം ആ മനുഷ്യൻ എന്നോട് കാണിക്കുന്നു. അപ്പൊ ഇതുപോലെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യേകത. പാപിയായിരിക്കുന്ന മനുഷ്യനെ ദൈവം സ്നേഹിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അവനെ താൻ പരിപാലിച്ച്, അവനെ ഊട്ടിയും ഉറക്കിയും പരിപാലിച്ചും സംരക്ഷിച്ചും ആരോഗ്യം കൊടുത്തും ജോലി ചെയ്യാനുള്ള ബുദ്ധിയും കഴിവും ആരോഗ്യവും ഒക്കെ കൊടുത്ത് അതിന് ജീവിക്കാൻ ആവശ്യമായ സമ്പാദ്യങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവൻ ജീവിക്കുമ്പോൾ അതൊരു ഭൗതിക ജീവിതത്തിനുള്ളതെല്ലാമാവും. പക്ഷെ അതുപോലെ തന്നെ സകല മതങ്ങളും പറയുന്നു, മനുഷ്യന് മനസ്സുണ്ട്, ശരീരമുണ്ട്, ആത്മാവുണ്ട്. സകല മതങ്ങളും പറയുന്നു മനുഷ്യന് പാപം പറ്റുന്നു, പാപത്തിന്റെ പരിഹാര ക്രിയകൾ സകല മതങ്ങളും പറയുന്നുണ്ട്. സകല മതങ്ങളും പറയുന്നുണ്ട് ഈ ശരീരം വിട്ട് ഈ ആത്മാവ് വേർപെട്ട് എവിടെയോ ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ആ സ്ഥലത്തെ പറ്റി ക്രിസ്തീയ വിശ്വാസം പറയുന്നു സ്വർഗത്തിൽ ചെല്ലുന്നു, ഇസ്ലാം സമൂഹം പറയുന്നു സുബർഹത്തിൽ ചെല്ലുന്നു, ഹിന്ദു സമൂഹം പറയുന്നു മോക്ഷത്തിൽ ചെല്ലുന്നു. ഇപ്പൊ എവിടെയായാലും ഈ ആത്മാവെല്ലാം ചെന്ന് ചേരുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറയും. അപ്പൊ മനുഷ്യൻ പാപിയാണെന്ന് പറയുന്നു. പാപത്തിന്റെ പരിഹാരക്രിയകൾ ഓരോരുത്തരുടെയും വിശ്വാസപ്രകാരം വേറിട്ട് നിൽക്കുന്നു. എങ്കിലും എല്ലാത്തിനും പരിഹാരക്രിയകളുണ്ട്. ഈ ആത്മാവ് ശരീരം വിട്ട് വേർപെട്ട് ഈശ്വര സന്നിധിയിൽ, സൃഷ്ടാവിന്റെ സന്നിധിയിൽ എത്തുന്ന ഒരവസ്ഥ. അതിന് കൃത്യമായി ഉറപ്പ് പറയുന്ന ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൊണ്ട് അതിന്റെ ആധികാരികത, അതായത് നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിക്കുകയും നമ്മളെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരികയും നമ്മുടെ പാപപരിഹാരത്തിനായി കാൽവരിയിൽ ബലിയാകുകയും അതിനുശേഷം മരണാനന്തര ജീവിതത്തിൽ പ്രത്യാശ തരാൻ ഉദ്ധാനം ചെയ്യുകയും ഭൂമിയിലെ ബലഹീന ജീവിതങ്ങളെ ബലപ്പെടുത്തി പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ പരിപാലിക്കുകയും നിത്യതയിലേക്ക് നടത്തുകയും നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിക്കുകയും ചെയ്യുന്നൊരു വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം. ഇതിന് തെളിവുകൾ പരിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും കഥ പറഞ്ഞു വെക്കുമ്പോൾ ക്രിസ്തു പറയുന്നത്, അബ്രാഹമിന്റെ മടി എന്ന ഒരു നല്ല സൗഭാഗ്യത്തില് ഈ ദരിദ്രനായ ലാസർ വിശ്രമിക്കുന്നു. സൗഭാഗ്യത്തിന്റെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യൻ, അദ്ദേഹം ചെന്നെത്തിയിരിക്കുന്നത് നരകത്തിലാണെന്നും പറയുന്നു. അതുപോലെ തന്നെ കാൽവരി ക്രൂശിലെ മരണത്തെ സമയത്ത് തന്റെ വലതുവശത്ത് കിടന്നവൻ പറഞ്ഞു, എന്നെ കൂടി ഓർക്കണമേ, ഞാനാണ് നിന്റെ ഈ വലതുവശത്ത് കിടക്കുന്നത്, എന്നെ കൂടെ നീ ഒന്ന് ഓർക്കണമേ എന്ന് പറയുമ്പോൾ അവനോട് പറയുന്നുണ്ട്, ഇന്ന് തന്നെ നീ എന്നോടൊപ്പം പർദീസായിലായിരിക്കും. തമ്പുരാന്റെ കൂടെ ആത്മാവിനെ ചേർത്ത് കൊണ്ടുപോകുന്നു നിത്യതയിൽ. എന്നിട്ട് അന്ത്യവിധിയുടെ സമയത്ത് സകല സൗഭാഗ്യങ്ങൾ നിറഞ്ഞ സ്വർഗത്തിലേക്ക് ഈ ലോകത്തെ ചെറിയ മനുഷ്യരെ സഹായിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ശുദ്ധീകരിച്ച് തന്റെ വലതുഭാഗത്തുള്ള സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നു. അവിടെ ദൈവത്തോടൊപ്പം, സൃഷ്ടാവിനോടൊപ്പം ഈ ആത്മാവ് ചേരുന്നു. ആ മാലാഖമാരും വിശുദ്ധാത്മാക്കളും പരിശുദ്ധ ത്രിത്വവും ഒപ്പം
സ്വർഗത്തിൽ വസിക്കുന്ന പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. ഞാൻ ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ വിവരിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിനോട് പറഞ്ഞു, ചേട്ടാ, ക്രിസ്ത്യാനികൾ ഇങ്ങനെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതല്ലാതെ കാര്യമായ ഒരു അറിവ് എനിക്കില്ലായിരുന്നു. പക്ഷെ ഈ വിശ്വാസത്തിന്റെ, ഞാൻ ഇത്രയും പറഞ്ഞു മോനെ, ഈ വിശ്വാസത്തിന്റെ ആഴം ഇങ്ങനെയാണ് ഉള്ളത്. പക്ഷെ പലർക്കും ഇത്രയും കാര്യമായിട്ട് അറിയില്ല. എനിക്ക് എന്തോ ഇങ്ങനെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത. മറ്റുള്ളവർക്ക് കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ കഴിയാതെ വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ സുവിശേഷം, ബൈബിളിലെ വിശ്വാസവും ബൈബിളിന്റെ വചനങ്ങളും അനുസരിച്ച് വ്യാഖ്യാനിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കി വരുമ്പോൾ കൃത്യമായും സ്വർഗമുണ്ടെന്നും ദൈവമുണ്ടെന്നും ദൈവത്തിന്റെ രാജ്യമായ സ്വർഗരാജ്യമുണ്ടെന്നും ആ ദൈവത്തോടൊപ്പം നിത്യവാസത്തിന് മരണാനന്തര ജീവിതമുണ്ടെന്നുമുള്ള പ്രത്യാശ, അതാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഞാൻ ആ ചെറുപ്പക്കാരന് പറഞ്ഞു കൊടുത്തത്. വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിപ്പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് എന്റെ പ്രത്യാശ. കാരണം ഈ ഭൗതിക ജീവിതയിലെ സഹനത്തിന്റെ കൊടുമുടി കയറി ഇങ്ങനെ ജീവിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് വലിയ എന്റെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആ വലിയ പ്രത്യാശ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. ആ പ്രത്യാശയിൽ ഞാൻ ജീവിക്കുന്നു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചതാണ് നിങ്ങളുടെ ജീവിതത്തിലെങ്കിലും അത് നിത്യനാശത്തിലല്ല, നിത്യരക്ഷയിലേക്ക് വേണ്ടി ദൈവം വെട്ടിയൊരുക്കുന്നതാണെന്നുള്ള അവബോധത്തോടെ ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.